അപ്പം എന്തായി? ഏ ഇതൊരു ചൂടല്ലേ, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇപ്പം ശരിക്കും ഉഷ്ണലായിട്ട്. പക്ഷേ വിശപ്പിന് മാത്രം ഒരു കുറവില്ല. വീട്ടിലെന്നാൽ രാത്രി തിന്നാനുള്ളതെന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഉച്ചക്കത്തെ അയില മൊളേഷനുണ്ട്, പിന്നെ രാത്രി ചപ്പാത്തി ആക്കുന്നുണ്ടെന്നു. പക്ഷേ അത് മാത്രം തിന്നു കഴിഞ്ഞാൽ എനിക്ക് ആവൂലപ്പാ. ഞാൻ പറഞ്ഞ എനിക്ക് ചപ്പാത്തി വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നോളുന്നു. പിന്നെ എന്തെന്ന് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായി. അൽഫാം കഴിക്കണോ, മന്തി കഴിക്കണോ, അല്ല ഷവായ കഴിക്കണോ, പിന്നെ ഷവർമ കഴിക്കണോ. ഷവർമ കഴിച്ച് റെഡിയാവില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ആദ്യമേ ഷവർമ ലിസ്റ്റിൽ നിന്ന് അങ്ങോട്ട് മാറ്റി. പിന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നേ, ഞാൻ കുറേ ആയാലും തട്ടുകടയിൽ പോയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് തട്ടിയിട്ട് തിന്നു. എന്നാൽ പിന്നെ ഇന്നത്തെ ലൈറ്റായിട്ടുള്ള ഫുഡ് തട്ടുകടയിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ വണ്ടി ഇങ്ങോട്ട് വിട്ട്. ഏകദേശം ഒരു കണ്ണൂർ ടൗണിൻ്റെ ഒരു പരിസരത്ത് ഇത്രയും വെറൈറ്റി ഐറ്റംസ് കിട്ടുന്ന, അല്ലെങ്കിൽ ഇത്രയും കുറേ ഐറ്റംസ് കിട്ടുന്ന ഒരു തട്ടുകട വേറെ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വണ്ടി ഏകദേശം പോലീസൊന്നും ചാർജ് ചെയ്യാത്തൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഇവിടെ കയറി പോകുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച, പതുവത പതക്കുന്ന ഈ എണ്ണയിലോട്ട് കോയിൻ്റെ കാലിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇടുന്നതാണേ. അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ നിന്ന് മിക്സിങ്ങിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് നല്ല ചൂട് തവേൻ്റെ മേലെ പൊറോട്ടയിലോട്ടിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. കൈയോടെ കൈയും കഴുകി ആട്ടി ഇരുന്നിട്ട് ഒരു 6 ഐറ്റംസ് അപ്പാടന്നെ അങ്ങോട്ട് ഓർഡർ ചെയ്തു. നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സിലോൺ പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, ഒരു മൈദ പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, ഒരു ആട്ട പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട്. അത് കൂട്ടിപ്പിടിച്ച് കഴിക്കാനായിട്ട് നേരത്തെ പൊരിച്ചെടുത്ത ആ കോയിൻ്റെ കാലില്ലേ, അതൊരെണ്ണം പറഞ്ഞ്, പിന്നെ ചിക്കൻ ചുക്ക പറഞ്ഞിട്ടുണ്ട്, പിന്നെ മട്ടൺ മസാലയുണ്ട്. മൈദ പൊറോട്ടേനേക്കാളും വില ആട്ട പൊറോട്ടക്കും സിലോൺ പൊറോട്ടക്കെല്ലാം തന്നെ. പക്ഷേ എന്തൊക്കെ വന്നും പോയി കഴിഞ്ഞാലും മൈദ പൊറോട്ടേൻ്റെ തട്ട് അത് താണെ തന്നെ ഇരിക്കുന്നതാണല്ലോ അല്ലേ. അപ്പം നമുക്ക് ആദ്യം മൈദ പൊറോട്ടേനെ അങ്ങോട്ട് കഴിച്ച് തുടങ്ങിക്കളയാം അല്ലേ. ലൈറ്റായിട്ട് കുരുമുളകിൻ്റെ ഫ്ലേവറും പിന്നെ ലേശം എരിവൊക്കെയില്ല, നല്ല അടിപൊളി ചിക്കൻ ചുക്കി ആയിരുന്നു കേട്ടോ അത്. അതിൻ്റെ കൂടെ ആ മൈദ പൊറോട്ടയും കൂടെ ചേർത്ത് പിടിച്ചപ്പോൾ അടിപൊളിയേനുവേ. പിന്നെ നല്ലോണം നമ്മളെ ബായി അടിച്ച് സെറ്റാക്കി ആട്ട പൊറോട്ടയിൽ നിന്ന് ചെറിയൊരു കഷ്ണം ദിങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ആ മട്ടൺ പീസും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ലേശോ ഈ മട്ടൺ റോസ്റ്റിൽ ദിങ്ങനെ അങ്ങോട്ട് മുക്കിയിട്ടും കഴിച്ച്. പിന്നെ ശ്രീലങ്കക്കാരുടെ പ്രിയപ്പെട്ട ഈ സിലോൺ പൊറോട്ടേൻ്റെ മേലെ കണ്ണൂരുകാരുടെ പ്രിയപ്പെട്ട കോയിൻ്റെ കാല് പൊരിച്ചാടെ വെച്ചിട്ട് ലേശോ ആ മേലെ ഉണ്ടായിരുന്ന കറിവേപ്പിലെല്ലാം അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് ചെറിയ കഷ്ണം സിലോൺ പൊറോട്ട മാത്രം എടുത്തിട്ട് കഴിച്ച് നോക്കി. ചെറുതായിട്ടൊരു ക്രിസ്പി ടെക്സ്ചറൊക്കെ ആയിട്ട് ലേശൊരു എണ്ണേൻ്റെ ഫ്ലേവറൊക്കെയുള്ള നൈസ് ടേസ്റ്റുള്ളൊരു സിലോൺ പൊറോട്ട ആയിരുന്നേ ഇത്. ഇനി അതിൻ്റെ ഇടയിൽ ഈ കോയിൻ്റെ കാലിൽ നിന്ന് ചെറിയൊരു കഷ്ണം അങ്ങോട്ട് അടർത്തി എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് അത് ഏത് കറിയിൽ മുക്കിയിട്ട് കഴിക്കുന്നുള്ളൊരു കൺഫ്യൂഷനിൽ തന്നെയാണ്. അവസാനം മട്ടണല്ലേ എപ്പോഴും രാജാവ്. അപ്പോൾ ആ മട്ടൺ റോസ്റ്റിൽ തന്നെ ഇങ്ങനെ മുക്കിയിട്ട് കഴിച്ചു നോക്കി. ഞാൻ ഇവിടുന്ന് കഴിച്ച 3 പൊറോട്ടക്ക് 3 തരത്തിലുള്ള ഫ്ലേവേഴ്സ് ആയിരുന്നു. 3ഉം എനിക്ക് നല്ലോണം ഇഷ്ടമായിന്. പിന്നെ ചിക്കൻ ഫ്രൈയും ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ ചുക്കി അടിപൊളിയായിരുന്നു. പക്ഷേ മട്ടൺ ഉണ്ടല്ലോ, മട്ടൺ ഏകദേശം സോഫ്റ്റ് ആയിരുന്നു. പക്ഷേ മട്ടണിൻ്റെ വല്ലാതെ ഉപ്പ് കൂടിപ്പോയിന് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവസാനം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് വിത്തൗട്ട് മുന്തിരി ജ്യൂസ് അങ്ങോട്ട് കഴിച്ചതിന് ശേഷം കുടിച്ചതിന് ശേഷം നെക്സ്റ്റ് ഐറ്റം ഓർഡർ ചെയ്തേ. അപ്പോൾ ഇതിവിടുത്തെ എൻ്റെ 8ാമത്തെ ഐറ്റം. നല്ല നാടൻ മരക്കേങ്ങും എന്ന് പറഞ്ഞാൽ കപ്പ. അപ്പം കപ്പയും കല്ലുമ്മക്കായ മിക്സും. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത്. അതിനെ കുറച്ചും കൂടെ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ഒരു ഡബിൾ ഓംലേറ്റും കൂടെ പറഞ്ഞത്. സിംഗിൾ സൈഡാണ് പറഞ്ഞത്, പക്ഷേ ചങ്ങായി 2 സൈഡും ആയിക്കളഞ്ഞ്. പോട്ടെ, സാരമില്ല. അപ്പോൾ ഓംലേറ്റും കപ്പയും കല്ലുമ്മക്കായും കൂടെ ചേർത്ത് കോരിയെടുത്ത് അങ്ങോട്ട് കഴിച്ചേ. അപ്പോഴത്തേക്കും എൻ്റെ നെക്സ്റ്റ് ആയിട്ട് എത്തി. അതൊരു പ്ലേറ്റ് ചിക്കൻ കബാബാണ്. ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ചങ്ങായി എന്നോട് ചോദിച്ച് സിംഗിൾ പോരെയെന്ന്. ഞാൻ അവനോട് പറഞ്ഞ് ഞാനൊരു ഒറ്റയ്ക്ക് ഇരിക്കുന്ന നോക്കണ്ട, എനിക്ക് ഹാഫ് വേണമെന്ന്. അന്നേരം ചങ്ങായി ഒന്നെന്നെ നോക്കി ചിരിച്ചിട്ട് ആ പടനെ പോയിട്ട് ഹാഫ് ചിക്കൻ കബാബ് കൊണ്ടു തന്നെ. പിന്നെ ആ ചിക്കൻ കബാബിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് ആ കപ്പയും കല്ലുമ്മക്കായും മിക്സ് ചെയ്തതിൻ്റെ ഇടയിൽ അവിടെ വെച്ചേ. അതിന് ശേഷം ചെറിയൊരു കഷ്ണം ഓംലേറ്റും വെച്ച് എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് കൈകൊണ്ട് ഇങ്ങനെ വാരി എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് ആസ്വദിച്ച് കഴിച്ച്. അതിന് ശേഷം പിന്നെ എന്നാ കഴിക്കണില്ലെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ നെയ്പ്പത്തിലും ബീഫും എടുക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞ നെയ്പ്പത്തിലും ബീഫും വേണ്ട, കൂന്തൽ മിക്സ് ചെയ്ത് തരുമോന്ന്. അവർ പറഞ്ഞാൽ ആ ചെയ്ത് തരാമല്ലോ. അങ്ങനെ ഒരു സെറ്റ് നെയ്പ്പത്തിൽ, 3 നെയ്പ്പത്തിൽ വരുന്ന ഒരു സെറ്റ് നെയ്പ്പത്തിലും അതിൻ്റെ അകത്ത് കൂന്തലും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ. ലേശം ഉള്ളിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കോരി എടുത്തിട്ട് ഉള്ളി അടക്കം കോരി എടുത്തിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ച്. അത്യാവശ്യം നല്ല എരിവുള്ള മീൻകറിയിൽ കുതിർന്ന നെയ്പ്പത്തിലും പിന്നെ അതിൻ്റെ കൂടെ കൂന്തലും ആ ഉള്ളിയെല്ലാം വന്നേരോ നല്ല ടേസ്റ്റ് ഉണ്ടേനും കേട്ടാ. അതിന് ശേഷം പിന്നെ എന്നാ കഴിക്കാനില്ലെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് പുട്ടും ബീഫും എടുക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു പുട്ടും ബീഫും വേണ്ട, പുട്ടിൻ്റെ കൂടെ നമുക്ക് ചെമ്മീനിട്ട് മിക്സ് ചെയ്ത് എടുത്താലോ എന്ന്. അവർ പറഞ്ഞു അതും ചെയ്ത് തരാമല്ലോ എന്ന്. അങ്ങനെ പുട്ടും ചെമ്മീനും മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ലേശം ഉള്ളി ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് കോരി എടുത്തിട്ടും കഴിച്ച്. പിന്നെ ആദ്യം ഓർഡർ ചെയ്ത ചിക്കൻ കബാബില്ലേ, അതിൻ്റെ ഒരു 2-3 പീസ് അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പുട്ടിൻ്റെ കൂടെ വെച്ചിട്ട് പുട്ടും ചെമ്മീനും ചിക്കൻ കബാബും കൂടെ ചേർത്ത് വാരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചതിന് ശേഷമോ നെക്സ്റ്റ് ഐറ്റംസ് ഓർഡർ ചെയ്തു. പിന്നെ ആ പുട്ടിൻ്റെ കൂടെ വന്ന ആ ചെമ്മീൻ ഉണ്ടല്ലോ, അത് നല്ല ഫ്രഷുമായിരുന്നു. പിന്നെ ആകെ മൊത്തത്തിൽ അതിൻ്റെ ഫ്ലേവറും എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ പറഞ്ഞത്
ബട്ടൂരിയും ബീഫ് ചില്ലിയാണ്. അത് മുക്കി കഴിക്കാനായിട്ട് ലേശവും ബീഫിൻ്റെ സാലയും പറഞ്ഞിട്ടുണ്ട്. ഈ ബട്ടൂരി അടിപൊളിയാനും, പക്ഷേ ഈ ബീഫ് ചില്ലിക്ക് ഭയങ്കര സോയ സോസിൻ്റെ ഫ്ലേവറായിരുന്നു. പിന്നെ ഉള്ളീൻ്റെ അളവും വല്ലാതെ കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിയേ. പണ്ട് നമ്മളെ ചക്കരക്കൽ ബ്രദേഴ്സ് ഹോട്ടലിൽ ഒരു അടിപൊളി ബീഫ് ചില്ലി കിട്ടുമായിരുന്നു. ഞാൻ പറയുന്നത് ഏകദേശം ഒരു 18 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അതിനേക്കാളും ടേസ്റ്റുള്ള, അല്ലെങ്കിൽ അത്ര തന്നെ ടേസ്റ്റുള്ള ഒരു ബീഫ് ചില്ലി നമ്മളെ കണ്ണൂർ കാൾടെക്സിൽ പഴയ ഗീഡ ബേക്കറീൻ്റെ സൈഡിലുള്ള ഒരു സിറ്റി ലൈറ്റ് ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നിന്നും കഴിച്ചിട്ടുണ്ട്. അത്ര ടേസ്റ്റുള്ളൊരു ബീഫ് ചില്ലി ഞാൻ പിന്നെ വേറെ ഏടുന്നും കഴിച്ചിട്ടില്ല. എന്നാൽ പിന്നെ ബില്ലെടുക്കട്ടെ നമ്മളെ ബായി ചോദിച്ചു തരാൻ. ഞാൻ പറഞ്ഞു ബില്ലെടുക്കല്ല, ആടേക്ക് വേറെ എന്തെങ്കിലും കൂടെ കഴിക്കാൻ എടുക്കുന്നത്. അന്നേരം ചങ്ങായി പറഞ്ഞു ദോശ അച്ചാഹൻ. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ദോശ വിത്ത് അയിലക്കറി ഇങ്ങോട്ട് എടുത്തോന്ന്. അങ്ങനെ ഒരു ദോശയും ഒരു അയില മുളകിട്ടതും കൂടെ പറഞ്ഞു കേട്ടോ. അയില മുളേശം നല്ല അടിപൊളിയാനും, പിന്നെ അയില കുറച്ചും കൂടെ ഒന്ന് ഫ്രഷ് ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ. പിന്നെ ആ ദോശയൊക്കെ നല്ല തടിയിലുണ്ടായിരുന്നെങ്കിലും ദോശേൻ്റെ ഇടക്കുന്ന് ചെറുങ്ങനെ ഒരു കല്ല് കടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചില സൈഡിൽ നിന്ന്. അപ്പോൾ അതെല്ലാം എങ്ങനെ കൊണ്ട് കഴിച്ചിട്ട് ഞാൻ പരിപാടി നിർത്തിന്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു തണുത്ത ലൈം ജ്യൂസ് കുടിച്ചിന്, ലേശം ഉപ്പിട്ടിട്ട് ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഭയങ്കര ഉറപ്പുള്ളൊരു കോഴിക്കാലും കഴിച്ചിന്. എൻ്റെ 4500 റുപ്യേൻ്റെ പല്ലിൻ്റെ ക്യാപ്പ് അളി പോകാത്ത ഭാഗ്യം. പിന്നെ ഒരു വിത്തൗട്ട് ലൈം ടീയും കുടിച്ച്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് താഴെ ചൊവ്വേന്ന് ചാലക്കേക്ക് പോകുന്ന ബൈപ്പാസില്ലേ, ആ ബൈപ്പാസിൽ ഒരു HP പെട്രോൾ പമ്പ് ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ജന്നത്ത് തട്ടുകടയാണ്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്